ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഒരാൾ രാവിലെ തന്നെ ബോളൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വയ്ക്കാൻ പോവുകയാണ്. പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ചിട്ട് കോവയ്ക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ദേവൂട്ടൻ അവിടെ കളിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്ത് കിട്ടിയാലും എടുത്ത് താഴത്തേക്ക് എറിയും. ബാൽക്കണിയുടെ ആ ഗ്രില്ലിൻ്റെ സൈഡിൽ കൂടെ എന്ത് കിട്ടിയാലും അവൻ എറിയും. അപ്പോൾ അത് കാരണം എങ്ങോട്ടാണ് പോണേന്ന് നോക്കി വേണം നിൽക്കാൻ. പിന്നെ ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ വായിൽ വിടും ചിലപ്പോൾ. അപ്പോൾ അത് കാരണം ഇടക്ക് അത് കണ്ട, ഇതാണ് ഇവിടുത്തെ പരിപാടി. വന്ന് നിൽക്കണം നോക്കിക്ക്, ഒന്നും അറിയാത്ത പോലെ വന്ന് നിൽക്കുകയാണ്. ഇതൊക്കെ തുറന്ന് ഗ്ലാസിൻ്റെ സ്പൂണിൻ്റെ എല്ലാം അവൻ എത്തും. ഇപ്പോൾ തുറക്കാനും അറിയാം. കണ്ട, തനിയെ അടയ്ക്കും തുറക്കും, ഇത് തന്നെ പരിപാടി. ഇപ്പം ഞാൻ ഹായ് കാണിക്കാൻ പറഞ്ഞതിനാണ് ആ കാണിച്ചത് കേട്ടോ. ചേച്ചിയുടെ ആണത് അതെ. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ, മഴയൊന്നും പെയ്തിട്ടില്ല. ചൂടുമുണ്ട്. രാത്രിയിലൊക്കെ ഭയങ്കര ചൂടാണ്, കിടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ പെയ്തിട്ടില്ല. 15-ാം തീയതി തൊട്ട് പെയ്യുമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ പെയ്തിട്ടൊന്നുമില്ല. കണ്ട, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ മഴ പെയ്താൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടാവാൻ തുടങ്ങും മഴ പെയ്തില്ലെങ്കിൽ. അപ്പോൾ മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും കുളിക്കാം. ദേവി വാ, ടാറ്റാ, വാ കുളിക്കാം, വാ കുളിക്കാം. എവിടെ ബോൾ വയ്ക്കുക? ഇതിനകത്ത് വെച്ചേര്. അതിനകത്ത് വെച്ചോ ബോൾ. അതൊക്കെ സ്ലോ. ഓക്കെ, ഗുഡ് ബോയ്. ഗുഡ് എന്ന് കാണിക്ക്. ഓക്കെ, വാ. ആരാ ബോൾ താഴെട്ടെ? പാപ്പായാ? വാ, പോയി എടുത്തിട്ട് വരാം. വാ താഴെ പോയി എടുത്തിട്ട് വരാം, ഓടി വാ. അപ്പോൾ അതാ ദേവൂട്ടൻ്റെ ആദ്യത്തെ പരിപാടി ഇതാണ്. ബോൾ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലിഫ്റ്റിൽ പോയിട്ട് നമുക്ക് താഴത്തുനിന്ന് എടുത്തിട്ട് വരാം. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലിഫ്റ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലെ 2 സൈഡിലോട്ടും അങ്ങോട്ടുള്ള ഏരിയയുണ്ട്, അവിടെ റൂമുകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കളിക്കാം. എന്തായാലും താഴത്തും സ്ഥലമുണ്ട്, എന്നാലും ഇവിടെ നിന്നായാലും കളിക്കാം. ആരാ ബോള് താഴെട്ടെ? നീ എടുക്കൂല കേട്ടാ ബോള്. ആരെങ്കിലും പിള്ളേരെടുത്തിട്ട് പോട്ടെ. നീ ബോൾ എടുക്കൂലേ? എന്തിനാ താഴെട്ട ബോള്? ബോൾ എവിടെ? ദേവൂട്ടൻ്റെ ബോള് എവിടെ? അയ്യോ, ഇല്ല, കിടക്കണം. ഇനി എറിയരുതിട്ടാ. ഇനി ബോൾ എറിയരുതേ. പൊടിയായി, നിറയെ പൊടിയായി ബോൾ. നല്ല വെയിലായി. ഞാൻ പിന്നെ ബോളൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞിട്ട് മത്തങ്ങായും വൻപയറും കൂടെ വെക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അത് കുക്കറിൽ വേവിക്കാൻ വെക്കുവാണ്. അപ്പോൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടി എന്തായാലും ഞാൻ റെഡിയാക്കി. അപ്പോൾ ഇനി മത്തങ്ങയും കൂടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടെ അരിഞ്ഞെടുക്കുവാണ്. ഇതാകുമ്പോൾ ദേവൂട്ടനും കൊടുക്കാം. ഇതിലിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കില്ല കേട്ടോ. പച്ചമുളകൊക്കെ ചേർത്താവൻ ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ അത് കാരണം പച്ചമുളകൊന്നും ഞാൻ ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ.
അപ്പം ഞാൻ എന്താ വെന്ത് കഴിഞ്ഞപ്പോൾ വൻപയർ കുറച്ച് കറിപ്പാത്രത്തിലിട്ടിട്ട് ദേവൂട്ടനെ കഴിക്കാൻ കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കടല വേവിച്ചാലും നമ്മളത് പൊടിയൊക്കെ ഇടുന്നതിന് മുന്നേ കൊടുത്താലും അങ്ങനെ ഇഷ്ടമാണ് അവന് കഴിക്കാനായിട്ട്. അപ്പോൾ കൊടുത്ത് നോക്കാം, കുറച്ച് ഉള്ളിൽ ചെല്ലുവാണെങ്കിൽ നല്ലതല്ലേ, അപ്പോൾ കൊടുക്കാം. ഇഷ്ടാണാ ഇഷ്ടാണാ? ചൂട് ചൂട് ഊ ഊ ഊ ഊവാണേ, ചൂട് 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 ഊതി ഊതി തിന്നി ഊത് ഊതു. പിന്നെ ഞാൻ എന്താ വേഗം അരപ്പൊക്കെ റെഡിയാക്കി, മഞ്ഞപ്പൊടിയും നല്ല ജീരകവും കൂടെ കൂട്ടിയാണ് അരച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കടുക് വറുത്ത് കൂടെ ചേർത്തെന്ന മത്തങ്ങായും വൻപയറും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നത് വേഗം കഴുകി വെച്ച്. ഇനി ദേവൂട്ടൻ എപ്പോഴാണ് ഇനി അലമ്പെടുക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൈയോടെ തന്നെ പാത്രമൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ കഴുകി വെച്ച്. ഇനി നമുക്ക് വൈകിട്ട് അമ്പലത്തിലൊന്ന് പോകണം. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കുളിക്കണം, എന്നിട്ട് ഇനി അമ്പലത്തിലേക്കൊക്കെ പോകണം. അപ്പോൾ ചിലപ്പോൾ ദേവൂട്ടൻ ഇനി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയി കുളിക്കണം. ഓ വരുന്നു. ചോറ് കഴിച്ചിട്ട് ദേവൂട്ടൻ നല്ല ഉറക്കമായി. അപ്പം ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേക്കും. ഇവിടെ താഴെയൊക്കെ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ. മാവുണ്ട്, ഇലഞ്ഞിയുണ്ട്, പിന്നെ മറ്റേ പാലയുണ്ട്, അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് താഴത്ത്. ഇതിൽ നിറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ മാവുമേൽ. പക്ഷേ സന്ധ്യ കഴിഞ്ഞെന്നാൽ ഇഷ്ടംപോലെ കൊതുകും ഉണ്ട്. മരങ്ങളൊക്കെ ഒത്തിരി ഉള്ള കാരണം കൊതുകും വരലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകണം. 6:45 ദീപാരാധന. അപ്പോൾ എന്തായാലും ഒരു 6:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. നമുക്ക് ഒരു ഇച്ചിരി അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ദേവൂട്ടൻ എന്തായാലും എഴുന്നേറ്റിട്ടില്ല ഞാൻ കുളിച്ച് വരോളം. ഞാൻ പിന്നെ മിഷ്യത്തിലിട്ട് വേഗം എല്ലാം കഴുകിയൊക്കെ വിരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി പണിയെല്ലാം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇനി വൈകിട്ടത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് വെച്ച ആ കറികളൊക്കെ കൂട്ടി തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ദേവൂട്ടന് മാത്രം സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുക്കും. ചോറ് ഉണ്ണുവാണെങ്കിൽ അത് തന്നെ കൊടുക്കും കേട്ടോ. വേദൂസിൻ്റെ ഫ്രണ്ട്സിനായിട്ട് കാർഡ് കളിക്കുവാണ്. സ്കൂൾ 1:30 വരെ ഉള്ളൂ ഇവർക്ക്. അത് കാരണം ഉച്ചയാകുമ്പോഴത്തേനും വരും. അപ്പോൾ കളിയിലാണ്. ഇത് നമ്മുടെ ഈ അടുക്കളയുടെ സൈഡിലും പിന്നെ എന്താ പറയുക, ഈ ബിൽഡിങ്ങിലും മുഴുവനും ഉള്ള ഒരു സാധനമാണ് പ്രാവ്. എല്ലായിടത്തും അവർ നെറ്റ് കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സൈഡിൽ ഒരു നെറ്റ് കെട്ടിയതിൻ്റെ ആണി പോയത് കാരണം അതിനകത്ത് കൂടെ ഇങ്ങനെ കയറി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുക്കളയുടെ അകത്ത് കയറിയിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് വന്ന് പിടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് ഞാൻ അടച്ചിട്ടിരിക്കുവാണ്. അപ്പം ഞാൻ എന്താ വൈകിട്ട് ചായക്ക് കഴിക്കാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വേഗം റെഡിയാക്കുവാണ് കേട്ടോ. അതിനാണ് ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത്. അപ്പോൾ ഇനി ദേവൂട്ടനും കൊടുക്കാം. ഇനിയിപ്പോൾ വെളിയിൽ നിന്നൊന്നുള്ളത് വാങ്ങിച്ചങ്ങനെ കൊടുക്കാറില്ല. നമ്മൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി തന്നെ എപ്പോഴും കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രെഡ് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ സവോള, ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ കിഴങ്ങ് മറ്റേ കുക്കറിലിട്ട് നന്നായിട്ട് അടിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ ദേവൂട്ടൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു, അതാണ് ഞാൻ പിന്നെ കുക്കറിൽ ഇടാഞ്ഞത്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ കേട്ടാൽ ഇനി ഉറക്കം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിച്ചത്. എന്നിട്ട് നമ്മൾ ബ്രെഡ് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞാൽ വെള്ളം കളഞ്ഞിട്ട് എടുക്കണം. അപ്പോഴേ നമുക്കിത് കുഴയ്ക്കാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സവോളയും ഉരുളനും പിന്നെ ബ്രെഡും പറഞ്ഞ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി എടുത്തിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് പൊടിയിൽ തന്നെ മുക്കിയിട്ട് എണ്ണയിലിട്ടാൽ മതി. അപ്പോൾ കിഴങ്ങ് വേണ്ട ഒരു സമയമേ ഉള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ റെഡിയാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് വേഗം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെറുതിനും കൊടുക്കുക. അത് കൊടുത്തിട്ട് വേണം മേലൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിലോട്ട് പോകാനായിട്ട്. ഞാൻ എന്താ ബ്രെഡ് പൊടി എടുത്ത് വെച്ച് അപ്പോൾ നമുക്കിത് ചെറിയ ഉരുളയാക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതാ എണ്ണയുടെ കളറല്ല കേട്ടോ, അത് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചപ്പോഴത്തേനും ആ കളറായതാണ് കേട്ടോ, അല്ലാണ്ട് അടുക്കി പിടിച്ചതൊന്നുമല്ല. അത് ശരിക്കൊന്ന്
കഴുകിയിട്ട് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് വേവിച്ചതല്ലേ അപ്പോൾ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ എണ്ണ ഒഴിച്ചപ്പോഴത്തേനും ബ്രൗൺ കളറായി. അപ്പോൾ ആ ചട്ടിയുടെ ഒരു ഇതാണ്, ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് മാറ്റിയ ചട്ടി ആയതുകൊണ്ടാണ് അങ്ങനത്തെ ബ്രൗൺ കളർ വന്നത് കേട്ടോ. പക്ഷെ സംഭവം നല്ലത്. കൊള്ളാവാ കൊള്ളാവാ നല്ല എവിടെ മങ്കി? പോകാന്ന് അതിനൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന്. കാക്കയാണ് അത്, കാക്കയാണ് കാക്ക. നമ്മളെവിടെ പോയി? അമ്പലത്തിൽ പോണെന്ന് പറ. നമ്മളെവിടെ പോയി? അമ്പലത്തിൽ പോണെന്ന് പറ. തമ്പായി പോണല്ലേ? അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിൽ പോണ വഴിക്ക് തന്നെ ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ അത്. അപ്പോൾ അവിടുന്ന് 3 ചരട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് അവിടുന്ന് പൂജിച്ച് വാങ്ങാമെന്ന്, അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പൂജിച്ച് വാങ്ങാമെന്നുള്ള രീതിക്ക് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. ദേവൂട്ടൻ്റെ തകിട് പൂജിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതും കൊടുക്കണം. അത് പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അത്യാവശ്യം അമ്പലത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പൂജാ സാധനങ്ങളൊക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ കടയുണ്ട്. പക്ഷേ മുല്ലപ്പൂ വല്ലപ്പോഴേ കൊണ്ടുവരുള്ളൂ, വില കൂടുതലാണ് ഇവിടെ ഭയങ്കര. അല്ലാതെയുള്ള വെള്ളപ്പൂക്കളൊക്കെ ഉണ്ട് അവിടെ. കർപ്പൂരം മേടിച്ചോടി. ആ പച്ചയിലിടാൻ വീഡിയോ ഓൺ ചെയ്തില്ല. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ വന്നത് അവിടെ ഒരാൾ ഡാൻസ് പരിപാടിയാണ് കേട്ടോ. ടി വിയിൽ പാട്ട് വെച്ചിട്ട്. കുപ്പി അടച്ചാ? ദേവിക്ക് കുപ്പി അടച്ചു വെച്ചാ? ഓക്കെ, ബാ ചോറ് കഴിക്കാൻ വാ. ബാ ചോറ് കഴിക്കാൻ വാ. അമ്മമ്മ തിന്നുവാ? ഭാഷയില്ല ഇങ്ങനെ തരാം. तो तुझे दिखाती कि जिस कागज के टुकड़ों को तू पगार कहता है वैसी डिग्रियां गुड बॉय अल्ले അവർ വഴക്കിടും തുപ്പിയ ഉപ്പല്ലടാ जहां तेरे जैसे लोग कदम रखने से भी डरते हैं चंपा धीरे धीरे शाम होते घर का काम खत्म कर घर जाती है ഇവിടെ കൊണ്ടുവാ കുപ്പി ഇവിടെ കൊണ്ടുവാ ദാ ദേവു അപ്പോൾ ദാ വേദൂസിന് കുറച്ച് എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേദു അതൊക്കെ ചെയ്യുവാണ്. ദേവൂട്ടൻ കാണാതെ ഇവിടെ വന്നിരിക്കുവാണ്. അവൻ കണ്ടാൽ ബുക്കും പേനെല്ലാം പിന്നെ അവന് വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.